അല്ല അല്ലേ? നോക്കാം. ശരിക്കും നോക്ക്, എവിടെന്നെങ്കിലൊക്കെ കിട്ടും. കാണുന്നില്ലല്ലോ. ചേച്ചിമാര് കുറെ നേരമായിട്ട് പരവരാന്ന് നോക്കുകയാണല്ലോ. എനിക്ക് മനസ്സിലായി. എന്റെ ചേച്ചിമാരെ, നിങ്ങൾക്ക് കമ്പനി അടിക്കാൻ നല്ല പാർട്ട്നേഴ്സ് വേണം, അത്രയല്ലേ ഉള്ളൂ. ചേച്ചിമാർക്ക് എന്ത് വേണമെങ്കിലും എന്നോട് പറഞ്ഞോളൂ, നാണിക്കേ വേണ്ട. വായടക്കട ഒന്ന്. ഏതെങ്കിലും നല്ല ഹോട്ടലിലേക്ക് വണ്ടി വിടും. അപ്പൊ സ്വയം സെലക്ട് ചെയ്യാനായിരിക്കും. ഇയാൾക്കൊന്ന് കൊടുത്താലോ? നിറഞ്ഞ മനസ്സോടെ ഞാൻ സ്വീകരിക്കും. ഏരിയ മുഴുവൻ നോക്കി. ഞാനും അവിടെയൊക്കെ നോക്കി, അവിടെ ഒന്നും ഇല്ലടാ. എടാ, നമ്മളോട് കള്ളവും പറഞ്ഞ് ഈ ഗോവയിൽ കറങ്ങാൻ വരാൻ എന്ത് തെറ്റാണ് നമ്മളോട് ചെയ്തത്? അല്ലടാ, നമ്മൾ തെറ്റ് ചെയ്തു. നമ്മൾ അവരെ സ്നേഹിച്ചു, അവരെ പേടിച്ചു. അതെടാ, കള്ളും കുടിച്ചു വന്ന് തല്ലുണ്ടാക്കുന്ന ഭർത്താക്കന്മാരെ ഏതൊരു ഭാര്യയും പേടിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുള്ളൂ. ഭാര്യയും കുടുംബത്തെ മൈൻഡ് ചെയ്യാതെ കള്ളും കുടിച്ച് നടക്കുന്ന ആ സണ്ണിച്ചായന്റെ പോളിസിയാ കറക്റ്റ്. Madam, please wait in the lobby. Just 2 minutes. Thank you. ഓക്കെ, ബൈ. അതിനടുത്ത പേരൊന്ന് നോക്കട്ടെ. കല്യാണി മീനാക്ഷി റോസമ്മ. ആളെ കണ്ടപ്പോ ചെറിയ സംശയം ഉണ്ടായിരുന്നുള്ളൂ, പേര് കേട്ടപ്പോ ഉറപ്പിച്ചു ഇത് സംഗതി അത് തന്നെ. കമ്മീഷൻ ഇംഗ്ലീഷ് പത്രം തന്നെ കിട്ടി. കാർന്നോന്മാര് പറയണ ശരിയാ. സീസറിനുള്ളത് സീസറിനും മാക്ഡോൾസിനുള്ളത് മാക്ഡോൾസ്. വഴി കടന്നവരെന്ന് വിളിച്ച് ജീവിതത്തിലേക്ക് കയറ്റുന്നത്. ഏത് കുരിശാണ് ജീവിതത്തിലേക്ക് കയറി വരുന്നത്? കയറി വാ. ആരാ സാർ? ഞാൻ വാസ്കോ. വാസു, നീ ഗോ. എന്താ സാർ ഒരു മൂഡ് ഔട്ട്? മനുഷ്യൻ ഭൂമിയിലേക്ക് വരുന്ന ഒറ്റയ്ക്കാണ്, അന്ന് ഇവിടെ നിന്ന് റിട്ടേൺ പോകുന്നത് ഒറ്റയ്ക്ക്. അപ്പൊ പിന്നെ ഇവിടെ ജീവിക്കുന്ന ഒറ്റയ്ക്കാകുന്നതല്ല എന്റെ ഒരു ലോജിക്. എന്റെ ഒരു മാമിയുടെ മോനും ഇതുപോലായിരുന്നു. ചുഴലി ഇളകുമ്പോ വെറുതെ പിച്ചും പേയും പറഞ്ഞോണ്ടിരിക്കും. ഞാൻ പിന്നെ വരാം സാർ. എന്റെ കൂടെ ഉണ്ടായിരുന്നവരൊക്കെ എന്നെ ഒറ്റക്കാക്കിട്ട് പോയടാ. അതിന്റെ ഒരു ഫീലിംഗിലാ ഞാൻ. അവര് പോയെങ്കിൽ പോട്ടെ സാറേ, സാറിന് വേറെ കൂട്ടുകാരൻ ഞാൻ തരാം. അത് പറയാനല്ലേ ഞാൻ ഓടി വന്നത്. 3 കിടിലം പാർട്ടീസ് വന്നിട്ടുണ്ട്. ഒരുത്തനെ അടുപ്പിക്കുന്ന പ്രശ്നമില്ല. ഇത് ഒരുത്തനല്ല സാറേ, 3 ഒരുത്തികൾ. മലയാളികളാ. ഇതിന്റെ അപ്പുറത്തെ കോട്ടേജിലാ താമസിക്കുന്നത്. ബീച്ചിലും സിറ്റിയിലൊക്കെ വെച്ച് അവളുമാര് ആണുങ്ങളെ തപ്പി നടക്കായിരുന്നു. സാറിന് താല്പര്യമുണ്ടോ? എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നമുക്ക് ഇവിടെ വെച്ച് ക്ലിയർ ചെയ്തിട്ട് പോവാം. അവിടെ ചെന്ന് വെറുതെ നാണം കെടാൻ നിൽക്കണം. അവര് വന്ന് കയറിയിട്ടേ ഉള്ളൂ. ഡ്രസ്സൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്തോട്ടെ. തീർച്ചയായിട്ടും. ധൃതി വെക്കല്ലേ സാറേ. കൊള്ളാം, 4 ആണും 3 പെണ്ണും. ഞാൻ ചിരിക്കണോ കരയണോ? സോറി. സോറി. നീ എന്താ പറഞ്ഞത്? ഇവര് പോണെങ്കിൽ പോട്ടെന്നാ. എന്റെ പിള്ളേർക്ക് അവരുടെ ഇച്ഛാനെ വിട്ടിട്ട് പോകാൻ പറ്റില്ലടാ. താനൊന്ന് ഇറങ്ങി തരൂ. ഏട്ടനും അനിയന്മാർക്കൂടെ കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. അതിലും വലിയ കാര്യങ്ങളായി എനിക്ക് പറയാനുള്ളത്. സണ്ണി സാറിന് അറിയാം, ദേ ഇതിന്റെ അപ്പുറത്തെ മുറിയില് കുറച്ച് ലേഡീസ് വന്നിട്ടുണ്ട്. അതിലെ ചുരുണ്ട മുടിയുള്ള പൊക്കം കൂടിയ കക്ഷി സണ്ണി സാറിന് കറക്റ്റാ. ഉള്ളതിൽ വെളുത്തിട്ട് അടയ്ക്കാക്കുരുവി പോലുള്ള ഒരെണ്ണമുണ്ട്, അത് സാറിന് സ്യൂട്ടാവും. പിന്നെ പട്ടിണി കിടന്ന കുതിരയെ പോലെ ഒരെണ്ണമുണ്ട്, അത് സാറെടുത്തോ.
പിന്നെ സാറിന് ഞാൻ നീ ഒന്നും ശരിയാവില്ല. അയ്യ അങ്ങനെയല്ല, നല്ലൊരു ഒന്ന് പെൺകുട്ടിയെ നിർത്തി ചേട്ടാ, ഇതൊന്നും കേൾക്കാനുള്ള അവസ്ഥയിലല്ല ഞങ്ങളിപ്പോ. എടാ വാസ്കോ, നീ പങ്കിടാൻ നിൽക്കണ്ട. ആൾക്ക് ഞാൻ വന്ന് നോക്കിയിട്ട് ഓരോരുത്തർ അളവും തൂക്കമൊക്കെ നോക്കിയിട്ട് അങ്ങനെ ചെയ്തോളാം. ഇപ്പൊ നീ അങ്ങോട്ട് ചെല്ല്, ഞാനൊന്ന് കുടിച്ച് ഫ്രഷ് ആയിട്ട് വരാം. അവരുടെ റേറ്റ് കൂടുതലാ, കാശ് കുറെ കരുതിക്കൊള്ളണം. അപ്പോ നിങ്ങളൊന്ന് റെസ്റ്റ് എടുക്ക്, ഞാൻ പോയൊന്ന് റെസ്റ്റ് എടുത്തിട്ട് വരാം. സണ്ണിച്ചായ, ഞങ്ങളുടെ ഭാര്യമാര് ഞങ്ങളെ വഞ്ചിച്ചിരിക്കുക. ഞങ്ങൾ ഇവിടെ വന്ന പോലെ അവര് ഞങ്ങളോട് പറയാതെ ഇപ്പൊ ഗോവയ്ക്ക് എത്തിയിരിക്കുക. ആണുങ്ങളുടെ കൂടെ അടിച്ചു പൊളിക്കാൻ. സണ്ണിച്ചായ, ഞങ്ങള് കരയാൻ മുട്ടി നിൽക്കുക. നിങ്ങളൊന്ന് അത് ഡീറ്റെയിൽ ആയിട്ടൊന്ന് പറ, എന്താ സംഭവിച്ചത്? പറയാം. അപ്പൊ അങ്ങനെയൊക്കെയാണ് സംഭവങ്ങളുടെ കിടക്കം. സ്ത്രീകൾ അവർ ചിരിച്ചുകൊണ്ട് കഴുത്തിറക്കും, കരഞ്ഞുകൊണ്ട് കെഞ്ചും, മോഹിപ്പിച്ചുകൊണ്ട് വഞ്ചിക്കും. ബൈ MT വാസുദേവൻ നായർ. കല്യാണത്തിന് പെണ്ണ് കെട്ടെന്ന് പറയുന്നത് എന്തുകൊണ്ടാണെന്നറിയാവോ? കല്യാണത്തോടെ പെണ്ണ് ആണിനെ കെട്ടിയിടുന്നതുകൊണ്ട്. ബൈ സണ്ണി എബ്രഹാം. ഞാനുണ്ടല്ലോ, എന്റെ കല്യാണ വീഡിയോ ദിവസവും എടുത്ത് പിന്നിലേക്ക് ഇങ്ങനെ റീവൈൻഡ് ചെയ്ത് കാണും. എന്തിനാണെന്നറിയോ? മിന്നുകെട്ട് സമയത്ത് അവൾ എന്റെ വിരലണിയിച്ച് മോതിരം ഊരിയെടുത്ത് പിന്നിലേക്ക് അവൾ ഇങ്ങനെ നടന്ന് കാറിൽ കയറി പിന്നിലേക്ക് പോകുന്നത് കണ്ട് സന്തോഷിക്കാൻ. വിവരിക്കാനല്ല, ഈ സിറ്റുവേഷനിൽ ഞങ്ങളെ ഒന്ന് സഹായിക്കുമെന്ന് അറിയാനാ ഞങ്ങൾ ഇങ്ങോട്ട് വന്നത്. ഒരു മിനിറ്റ്, നമ്മൾ ഈ കാള പറ്റൂന്ന് കേട്ട ഉടനെ കയറെടുക്കുന്നതാണെങ്കിലോ? നീ ഏത് കാള പറ്റ കാര്യം പറ. നമ്മൾ വെറുതെ തെറ്റിദ്ധരിക്കുന്നതാണെങ്കിലോ? ഭർത്താക്കന്മാര് വീട്ടിലില്ലാതെ ഒറ്റയ്ക്കിരുന്ന് ബോറടിച്ചപ്പോ അവര് വിചാരിച്ചിട്ടുണ്ടാവും ഗോവ വരെ ഒന്ന് പോയിട്ട് വരാന്ന്. ഇവിടെ എത്തിയിട്ട് നമ്മളെ വിളിക്കാന്ന് കരുതിയിട്ടുണ്ടെങ്കിലോ? ഏയ്, നിങ്ങളെക്കാൾ ഒരു 5-6 വെഡിങ് ആനിവേഴ്സറി കൂടുതൽ അടിച്ചിട്ടുള്ളവനാ ഞാൻ. ഒരു കാര്യം ചെയ്യ്, നീ നിന്റെ വൈഫിനെ ഒന്ന് വിളിച്ചു നോക്ക്. അവരിൽ കള്ളത്തരം ഇല്ലെങ്കിൽ ഗോവയിലാണെന്ന് തന്നെ പറയും. പക്ഷേ അങ്ങനെ പറഞ്ഞ ഞാൻ മുട്ടി മുറിച്ചു കളയും. എന്നാ വിളിക്കട കൊന്ത്. ഓ വിളിക്കും. ഗോവയിലാന്ന് പറയണേ, അതങ്ങനെ തന്നെ പറയുള്ളൂ. അവള് നുണ പറയില്ല. ലൗഡ് സ്പീക്കറിലിട്. കെട്ടിയോനെ വിളിക്കുന്നേ, എടുക്കട്ടെ? എടുക്കാം, ലൗഡ് സ്പീക്കറിലിട്. ശരി. അമ്മേ മഹാമായി, പറയൂ ഗോവിന്ദേട്ടാ. എന്തൊക്കെയുണ്ട് അഭിരാമി വിശേഷങ്ങൾ? സുഖാണ് ഗോവിന്ദേട്ടാ. ഗോവിന്ദേട്ടന്റെ കാര്യം ഞാൻ ഇപ്പൊ വിചാരിച്ചേ ഉള്ളൂ. ഭജനം എങ്ങനെ പോകുന്നു ഗോവിന്ദേട്ടാ? നന്നായിട്ട് പോണു അഭിരാമി. അതെ, അഭിരാമി ഇപ്പൊ പുറത്താണോ? എന്തോ ബീച്ചിന്റെ ശബ്ദം പോലെയൊക്കെ തോന്നുന്നല്ലോ. ഞാനിവിടെ വിന്ദേട്ടന്റെ ഐശ്വര്യത്തിന് വേണ്ടി കൃഷ്ണന്റെ അമ്പലത്തിലാ. എല്ലാ വ്യാഴാഴ്ചയും ഞാൻ ഇരട്ടിക്കാറില്ല ആ കൃഷ്ണന്റെ അമ്പലത്തില്. വിശേഷ പൂജയാണേ. ഇത് കഴിഞ്ഞ ടീനയുടെ വീണയുടെ വീട്ടില് പ്രസാദമായിട്ട് ഞാൻ ചെല്ലുന്നുണ്ട്. ആ പൂജ തുടങ്ങി. ഞാൻ പിന്നെ വിളിക്കാം. ഓക്കെ. ഒന്ന് വെച്ചിട്ടുണ്ടല്ലോ. എന്തായി, എന്തൊക്കെയായിരുന്നു? എന്റെ പൊന്നു മുടിക്കുട്ടാ, നിനക്കൊടുക്ക തായ്സാടാ. ചതിയന്മാര്, അവർക്ക് മനസ്സിലായിട്ടില്ല നമ്മൾ ഗോവയിലുണ്ടെന്ന്. വഞ്ചിക്കുമാർ, അവർക്കറിയില്ല നമ്മൾ ഗോവയിലുണ്ടെന്ന്. നാളെ രാവിലെ മുതൽ ഗോവ മുഴുവൻ അരിച്ചു പെറുക്കണം. അവരുടെ കള്ളത്തരം കയ്യോടെ കണ്ടുപിടിക്കണം. എന്നിട്ടുടൻ ഡൈവോഴ്സ് നോട്ടീസ്. അത് കിട്ടുമൊന്ന് പതറും, കരഞ്ഞ് കാല് പിടിക്കും. പക്ഷെ നമ്മുടെ മനസ്സലിയാൻ പാടില്ല. മനസ്സ് പാറ പോലെ ഉറപ്പിച്ചു നിർത്തണം. എന്നിട്ട് അവരുടെ മുഖത്ത് നോക്കി പറയണം, ഗുഡ് ബൈ. എന്നേക്കും ഗുഡ് ബൈ. എന്താടാ? എന്നാലും അഭിരാമി എന്നോട് ഈ ചതി ചെയ്തു. ഒരു ദിവസം 4 നേരം ശ്രദ്ധിക്കണ്ട, ഒരു ദിവസം 4 നേരം അമ്പലത്തിൽ പോകുന്ന ഭക്തിയാണ് എന്റെ ഭാര്യ. എടാ,
ഈ ഭക്തി എന്ന് പറയുന്ന ഒരു മറയാ. ഈ പെണ്ണുങ്ങൾ അമ്പലത്തിൽ പോകുന്ന എന്തിനാന്നറിയോ? അവിടെ അമ്പലത്തിന്റെ ചുരിച്ചെല്ലാം അത് കണ്ട ആസ്വദിക്കാനാ. അപ്പൊ എന്റെ വീണ ട്യൂഷൻ എടുക്കണതോ? അത് ചുറുചുറുക്കുള്ള ചെറുപ്പക്കാരുമായിട്ട് അടുത്തിടപഴകാൻ. അപ്പൊ ചീന ജോലിയൊന്നും ചെയ്യാത്തതോ? അത് ശരീരത്തിന്റെ സൗന്ദര്യം കാത്തു സൂക്ഷിച്ച് എന്നെ പോലുള്ള ചെറുപ്പക്കാരെ ആകർഷിക്കാൻ. നമ്മൾ ആ സാനിയുടെ ഒക്കെ കൂടെ ഗോവ മുഴുവൻ കറങ്ങി, പക്ഷെ വേണ്ടാത്തൊന്നും ചെയ്തില്ല. എന്താ? നമ്മുടെ മനസ്സ് ശുദ്ധ. അങ്ങനെ പറയരുത്, തിരിച്ചു പറ. മനസ്സ ശുദ്ധ. സാഹചര്യം കിട്ടാത്തതുകൊണ്ട് ശരീരം ശുദ്ധമായിട്ടിരിക്കും. വീട്ടില് സാഹചര്യം കിട്ടിയിട്ട് ഞാൻ ശുദ്ധനാണ്. ഏതായാലും നിങ്ങളെ മൂന്നുപേരെ അവര് ശരിക്കും വഞ്ചിച്ചു. ഇനി തിരിച്ച് ചെയ്യാന്ന് പറഞ്ഞ ഒറ്റ കാര്യമുള്ളൂ, തിരിച്ചും വഞ്ചിക്കുക. നിങ്ങൾ വഞ്ചിക്കപ്പെട്ടവന്റെ മനസ്സിന്റെ വഞ്ചിക്കാൻ. എടാ ഭാസ്കോ പറഞ്ഞിടത്തോളം നമ്മുടെ മുറിയുടെ അപ്പുറത്തെ മുറിയില് 3 പെണ്ണുങ്ങൾ വഞ്ചിക്കപ്പെടാനായിട്ട് നിൽക്കുക. നമുക്ക് വീട്ടൊന്ന് വഞ്ചിച്ചാൽ എന്തെപ്പോ തെറ്റ്? വഞ്ചിക്കണ്ട, ജീവിതം അങ്ങനെ മടുക്കാനുള്ളതല്ല ജീവിതം, അടിച്ച് പൊളിക്കാനുള്ളതാണ്. നിങ്ങൾ കൂടെ നിന്നാ മതി. അച്ഛൻ മുമ്പിൽ നിന്ന് വഞ്ചിച്ചോളാം, നിങ്ങൾ പിന്നെ വഞ്ചിക്കും. ഓഞ്ചനയുടെ വേണ്ട ചായ. എടാ ദൈവ സ്ത്രീയെ സൃഷ്ടിച്ചിരിക്കുന്നത് പുരുഷന്റെ വാരിയിൽ നിന്ന്. അതുകൊണ്ട് തന്നെ പുരുഷന് സ്ത്രീയുടെ മേലൊരു അവകാശമുണ്ട്. നമുക്ക് ഈ വാരയിലില്ലെങ്കിൽ ഒരു പ്രശ്നമില്ല. കണ്ണിന് കണ്ണ്, പല്ലിന് പല്ല്, വഞ്ചനക്ക് വഞ്ചന. നമുക്ക് വഞ്ചിക്കടാ. എനിക്ക് വഞ്ചിക്കാനുള്ള മൂന്ന് मुझे छोड़ो നീ കണ്ടായിരുന്നു? സാധനം പോയാ ഞാനും കണ്ടിട്ടില്ല. നീ കണ്ടോ?